കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെയും വികസന പദ്ധതികൾക്ക് വലിയ ഇന്ധനം നൽകുന്ന ഒരു പ്രോജക്റ്റാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് UDF സർക്കാർ ഉമ്മൻചാണ്ടി സാറിന്റെ സമയത്ത് വിഭാവന ചെയ്തിരുന്നപ്പോൾ അത് ആവിഷ്കരിക്കുമ്പോൾ പോർട്ടിനോടൊപ്പം പോർട്ട് അധിഷ്ഠിത പുതിയ ബിസിനസ്സുകൾ, പുതിയ പ്രോജക്റ്റുകൾ പോർട്ടിനോട് ചേർന്ന് നിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. നിർഭാഗ്യവശാൽ ഇപ്പോൾ പോർട്ടിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പോർട്ട് അധിഷ്ഠിത വികസനം വരുവാനുള്ള സ്ഥലം ഏറ്റെടുപ്പിന്റെ കാര്യത്തിൽ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ പോർട്ടുകൾ വികസിക്കുന്നത് ഈ സർക്കാർ പറയുന്ന പോലെ 10,000 ആളുകൾക്ക് തൊഴിൽ ലഭിക്കണമെങ്കിലൊക്കെ പോർട്ട് അധിഷ്ഠിത വികസനം വരണം. അതിനുവേണ്ടി പോർട്ട് അധിഷ്ഠിത ബിസിനസ്സുകൾ വരണം. അത്തരത്തിൽ ബിസിനസ്സുകൾ സ്ഥാപിക്കാൻ വരുന്ന ആളുകളോടൊക്കെ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ പ്രാന്തപ്രദേശങ്ങളിലുള്ള സ്ഥലം കാണിക്കാതെ സർക്കാർ പറയുന്നത് പാലക്കാടും കഞ്ചിക്കോടും പെരുമ്പാവൂരുമുള്ള ഗവൺമെന്റ് ലാൻഡ് ഉണ്ടെന്നുള്ളതാണ്. ഇതിന് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് ഇവിടെ സർക്കാർ നിയന്ത്രണത്തിൽ ഒരു ലാൻഡ് ബാങ്ക് വരണം. ഇവിടെയുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ അല്ലാതെയുള്ള ഗവൺമെന്റ് പ്രോപ്പർട്ടികളൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് വരുന്ന ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് താല്പര്യമുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കാനുള്ള സ്ഥലത്തിനുള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുക്കണം. ഇതാണ് ഇപ്പോൾ തമിഴ്നാട് ചെയ്യുന്നത്. തമിഴ്നാട് ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തിനോട് അടുത്തുള്ള ജില്ലകളിൽ തമിഴ്നാടിന്റെ ആ പ്രദേശങ്ങളിൽ ഏകദേശം 2000 ഏക്കർ സർക്കാർ ഓൾറെഡി അത് ഏറ്റെടുക്കുകയും അവിടെ ഈ പറയുന്ന പോലെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വരാൻ പോവുകയാണ്. തമിഴ്നാട് ഏകദേശം 2000 ഏക്കറത്തോളം ഐഡന്റിഫൈ ചെയ്തപ്പോൾ സർക്കാർ ഒരു 100 ഏക്കർ പോലും അല്ലെങ്കിൽ 50 ഏക്കർ പോലും ഇതുവരെ ഈ പദ്ധതി അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥലം പോലും കേരളത്തിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു അമാന്തം വിട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ പ്രോജക്റ്റുകൾക്ക് വേണ്ടി സർക്കാർ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇവിടെ ഇൻഡസ്ട്രീസ് വരത്തുള്ളൂ, ഇവിടെ പ്രോജക്റ്റ് വരത്തുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ ഇവിടെയുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കത്തുള്ളൂ. നമ്മളത് ഇപ്പോഴേ ചെയ്തില്ലെങ്കിൽ നാളെ തിരുവനന്തപുരത്താണ്, വിഴിഞ്ഞത്താണ് പോർട്ടെങ്കിലും എല്ലാ പ്രോജക്റ്റുകളും തമിഴ്നാട്ടിലേക്ക് പോകും. അതിന്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ആളുകൾക്കാണ്. അതുകൊണ്ട് മലയാളികൾക്ക് തൊഴിലവസരങ്ങളും ജീവിതത്തിന്റെ മെച്ചപ്പെട്ട നിലവാരം ലഭിക്കുവാൻ വേണ്ടി അടിയന്തരമായി സ്ഥലം കണ്ടെത്തുവാനും ഐഡന്റിഫൈ ചെയ്യുവാനും അത് കൊടുക്കുവാനുമുള്ള പ്രോസസ്സുമായി ഇൻഡസ്ട്രീസ് വകുപ്പ് എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ KS ശബരിനാഥൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.